ലീഗൽ പ്രസത്തിലേക്ക് സ്വാഗതം. കരകുളം എന്ന സ്ഥലത്തെ ഒരു തെങ്ങ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടി സ്റ്റാർ ആയിരിക്കുകയാണ്. കാരണം വളരെ വിചിത്രമായ ഒരു തെങ്ങ് കേസിലെ കഥാനായകനാണ് ഈ തെങ്ങ്. ഈ തെങ്ങ് നിൽക്കുന്നത് അയൽക്കാരന്റെ മതിലിനോട് വളരെ ചേർന്നാണ്. മതിലിന് ഇരുവശവും അയൽക്കാരുടെ വീടുകളാണ്. ഇരു വീടുകളിലേക്കും ഈ തെങ്ങിൽ നിന്നും തേങ്ങയോ ഓലയോ വീഴാനുള്ള സാധ്യതയുണ്ട്. ആദ്യമൊക്കെ ഇരുകൂട്ടരും തെങ്ങിനെ വലിയ കാര്യമായി ഗൗനിച്ചില്ല. തേങ്ങയൊക്കെ ഷെയർ ചെയ്തിരുന്നു എന്ന് പറയുന്നു. തെങ്ങിന്റെ ഉയരം കൂടുന്തോറും തെങ്ങ് വെട്ടി പരിഹാരം കാണണമെന്ന് അയൽവാസി പറയാൻ തുടങ്ങി. പക്ഷേ തെങ്ങിന്റെ ഉടമ അത് ചെവികൊണ്ടില്ല. അങ്ങനെ വിഷയം റെസിഡൻസ് അസോസിയേഷനിൽ എത്തുകയാണ്. അവരുടെ സമവായ ശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ല. പിന്നീട് അത് പഞ്ചായത്തിൽ എത്തുകയാണ്. അവിടെയും തെങ്ങിന്റെ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. പരാതിക്കാരൻ നെടുമങ്ങാട് സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റിനെ സമീപിക്കുകയാണ്. ക്രിമിനൽ സ്വഭാവത്തിലുള്ള ഒരു കേസിലാണ് സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റിന് സുരക്ഷാ സംഹിതയിലെ വ്യവസ്ഥകൾ പ്രകാരം ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. ഇവിടെ കഥാനായകനായ തെങ്ങിന് ക്രിമിനൽ സ്വഭാവമില്ലെന്നാണ് സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റ് കണ്ടെത്തിയത്. അവിടെയും പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. ഇതിനിടയിൽ പഞ്ചായത്ത് അദാലത്ത് സമിതി 21/8/2024 ഒരു തീരുമാനം എടുക്കുകയാണ്. അത് ഇങ്ങനെയാണ്: തദ്ദേശ അദാലത്ത് സമിതിയുടെ തീരുമാനപ്രകാരം എതിർകക്ഷിയുടെ പുരയിടത്തിലെ പരാതിക്ക് ആസ്പദമായ തെങ്ങ് മറിഞ്ഞു വീണ് അപകടം സംഭവിക്കാനുള്ള സാധ്യതയില്ലെന്നും 3 മാസത്തിനുള്ളിൽ തെങ്ങിന്റെ മുകൾ ഭാഗം പരാതിക്കാരന്റെ പുരയിടത്തിൽ നിന്നും പൂർണ്ണമായി നീങ്ങുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ആയതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി പരാതി തീർപ്പാക്കുന്നു. ഇതിൽ പറയുന്നത് തെങ്ങ് അപകടകാരിയല്ല എന്നും എന്നാൽ തെങ്ങിന്റെ മുകൾ ഭാഗം പരാതിക്കാരന്റെ പുരയിടത്തിലേക്ക് വളർന്നു നിൽക്കുന്നതായും അത് അവിടെ നിന്നും നീക്കണം എന്നുമാണ്. അതിനെ അടിസ്ഥാനമാക്കി തെങ്ങിന്റെ ഉടമ ചില സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഈ നടപടികളിലൊന്നും പരാതിക്കാരൻ തൃപ്തനാകുന്നില്ല. അദ്ദേഹം പഞ്ചായത്തിന്റെ നടപടികൾക്കെതിരെ തദ്ദേശ സ്വയംഭരണ ഓംബുഡ്സ്മാനിൽ എത്തുകയാണ്. ഓംബുഡ്സ്മാനിൽ നിന്നും മരം വെട്ടി നീക്കണമെന്ന രീതിയിൽ ഒരു ഉത്തരവ് കിട്ടുന്നില്ല. എന്നാൽ മരത്തിന്റെ സിവിൽ ലയബിലിറ്റി ഓംബുഡ്സ്മാൻ തീർച്ചപ്പെടുത്തുകയാണ്. പരാതിക്കാരന് നാശനഷ്ടങ്ങളോ മനപ്രയാസമോ ഉണ്ടാകാതെ തെങ്ങ് വളർത്തേണ്ടത് തെങ്ങുടമയുടെ ഉത്തരവാദിത്തമാണ്. ഈസ്മെന്റ് ആക്ടിലെ നാച്ചുറൽ യൂസ് ഓഫ് ലാൻഡ് എന്ന നിയമതത്വം ഉപയോഗിച്ചാണ് ഓംബുഡ്സ്മാൻ ഈ പ്രശ്നം തീർച്ചപ്പെടുത്തുന്നത്. തെങ്ങിനെ ഇതിനോടകം ഒരു വയർ ഉപയോഗിച്ച് കെട്ടുകയും അതിന്റെ മുകളിൽ നിന്നുള്ള അഴുക്കുകൾ ശേഖരിക്കുന്നതിന് ഒരു കൊട്ട മുകളിൽ വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴും പരാതിക്കാരൻ കരുതുന്നത് നേർത്ത ഒരു വയർ കൊണ്ട് കെട്ടിയാൽ ഉയരമുള്ള തെങ്ങ് വീഴാതിരിക്കില്ല എന്നാണ്. അതുപോലെ ചെറിയ ഒരു കൊട്ട മുകളിൽ വെച്ചതുകൊണ്ട് തേങ്ങ വീഴുന്നതും തടയാനാകില്ല എന്നാണ്. ഇവിടെ ക്രിമിനൽ പ്രശ്നമുണ്ട് എന്ന് പരാതിക്കാരൻ തൃപ്തനാകുന്നില്ല. പരാതിക്കാരൻ ആഗ്രഹിക്കുന്നത് മരം വെട്ടിയാൽ മാത്രമേ ശാശ്വത പരിഹാരമാകൂ എന്നാണ്. അങ്ങനെയാണ് വിഷയം കേരള ഹൈക്കോടതിയിൽ എത്തുന്നത്. കോടതിക്ക് ശരിക്കും ഇവിടെ കൺഫ്യൂഷൻ വരികയാണ്. കാരണം പഞ്ചായത്ത് സെക്രട്ടറിക്കും സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റിനും ഓംബുഡ്സ്മാനും ബോധ്യപ്പെടാത്ത ക്രിമിനൽ നേച്ചർ ഈ തെങ്ങിനുണ്ടോ എന്ന് ബോധ്യപ്പെടണം. ഉണ്ടെന്നാണ് ഹർജിക്കാരൻ പറയുന്നത്. സംശയം തീർക്കുന്നതിനായി ഹൈക്കോടതി ഉടനെ ഒരു കമ്മീഷണറെ നിയമിച്ചു. അദ്ദേഹം സ്ഥലത്തെത്തി സ്ഥലപരിശോധന നടത്തി. കമ്മീഷണർ വിശദമായ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിച്ചു. കമ്മീഷണർ പറയുന്നു, മരം നിൽക്കുന്നത് ഹർജിക്കാരന്റെയും എതിർകക്ഷിയുടെയും അതിർത്തി മതിലിനോട് ചേർന്നാണ്. മരത്തിന് നന്നായി വേരുകളുണ്ട്. സാധാരണ മരങ്ങളുടെ ചുവടുഭാഗം വീർത്തും മുകളിലേക്കുള്ള ഭാഗം നേർത്തുമാണല്ലോ കാണപ്പെടുന്നത്. എന്നാൽ ഈ തെങ്ങിന്റെ തടിയുടെ താഴത്തെ ഭാഗം വണ്ണം കുറഞ്ഞതും മുകളിലത്തെ ഭാഗം വണ്ണം കൂടിയും കാണപ്പെടുന്നു എന്ന് പറയുന്നു. മരം പരിശോധിക്കുന്ന സമയത്ത് അത് വീഴാനുള്ള സാധ്യതയില്ലെന്ന് കമ്മീഷണർ തീർത്തു പറയുന്നു. എന്നുവെച്ചാൽ മരം ക്രിമിനൽ സ്വഭാവമുള്ളതല്ലെന്ന്. അപ്പോൾ പിന്നെ സിവിൽ സ്വഭാവമുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. എതിർകക്ഷി തന്റെ വീട്ടിലേക്ക് ചാഞ്ഞു വരത്തക്ക വിധം കഥാനായകനായ തെങ്ങിനെ ഇരുമ്പ് ചരടുപയോഗിച്ച് കെട്ടിയിട്ടുണ്ടെന്നും അങ്ങനെ കെട്ടിയതുകൊണ്ട് തെങ്ങ് ചെറുതായി എതിർകക്ഷിയുടെ വീട്ടിലേക്ക് ചാഞ്ഞിട്ടുണ്ടെന്നും കമ്മീഷണർ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഇരുമ്പ് ചരട് ഇടയ്ക്കിടെ മുറുക്കുന്നത് നല്ലതാണെന്നും അങ്ങനെയാണെങ്കിൽ മരം എതിർകക്ഷിയുടെ വീട്ടിലേക്ക് കൂടുതൽ ചാഞ്ഞു നിൽക്കാൻ സാധ്യതയുണ്ടെന്നും കമ്മീഷണർ അഭിപ്രായപ്പെടുന്നു. ഇവിടെ പ്രത്യക്ഷമായി പരാതിക്കാരന്റെ ജീവന് അപകടമില്ലെന്ന് സ്ഥാപിക്കുന്നതാണ് കമ്മീഷണറുടെ റിപ്പോർട്ട്. ഭാവിയിൽ തെങ്ങ് എതിർകക്ഷിയുടെ വീട്ടിലേക്ക് ചാഞ്ഞു പോകുമെന്നും അപ്പോൾ ഒരുപക്ഷെ അപകടമുണ്ടായാൽ തന്നെ എതിർകക്ഷിയുടെ മേലേക്ക് മാത്രം വരുമെന്നുമുള്ള പരോക്ഷമായ അഭിപ്രായ പ്രകടനമാണ് കമ്മീഷണർ നടത്തുന്നത്. തെങ്ങിനെ ഇരുമ്പ് ചരടുപയോഗിച്ച് കെട്ടുന്നത് ഒരു ശാശ്വത പരിഹാരമല്ലെന്നും റിപ്പോർട്ടിലുണ്ട്. മരത്തിൽ കുട്ട പോലെ പിടിപ്പിച്ചിരിക്കുന്ന കമ്പിവല അപകടത്തിൽ നിന്ന് സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നുവെന്ന് അഡ്വക്കേറ്റ് കമ്മീഷണർ റിപ്പോർട്ട് ചെയ്തു.
വലയുടെ വീതി കൂടുതൽ നീട്ടുകയും ഇടയ്ക്കിടെ മരം വൃത്തിയാക്കുകയും ചെയ്താൽ അത് ഹർജിക്കാരനെയും ഹർജിക്കാരന്റെ സ്വത്തിനെയും സംരക്ഷിക്കുന്നതിനുള്ള ഫലപ്രദമായ പരിഹാര നടപടിയാകും എന്ന് പറയുന്നു. നിലവിലുള്ള സംരക്ഷണ വല കാണിക്കുന്ന ഫോട്ടോഗ്രാഫുകൾ കമ്മീഷണർ ഹാജരാക്കി. റിപ്പോർട്ടിൽ നിന്ന് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ പരിശോധനാ സമയത്ത് തെങ്ങിൽ ഏകദേശം 30-35 ഇളം തേങ്ങകൾ ഉണ്ടായിരുന്നതായി വ്യക്തമാണ്. അത് വീണ് അപകടമുണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് കമ്മീഷണർ പറയുന്നത് കമ്പിവലയുടെ വിസ്തൃതി വർദ്ധിപ്പിച്ച് അപകടം ഒഴിവാക്കാം എന്നാണ്. ഇരുമ്പ് വലയുടെ വീതി വർദ്ധിപ്പിക്കുകയും മരം പതിവായി വൃത്തിയാക്കുകയും ചെയ്താൽ തർക്കം ഫലപ്രദമായി പരിഹരിക്കപ്പെടുമെന്ന് കമ്മീഷണർ നിർദ്ദേശിക്കുന്നു. ഇങ്ങനെ മരം ഇടയ്ക്കിടെ പരിപാലിക്കുകയും വല വേണ്ടത്ര നീട്ടുകയും ചെയ്തില്ലെങ്കിൽ ഉണങ്ങിയ ഓലകളോ തേങ്ങയോ ഹർജിക്കാരന്റെ സ്വത്തിൽ വീണുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. സുരക്ഷയ്ക്കായി അത്തരം നീട്ടൽ ആവശ്യമാണെങ്കിൽ ഹർജിക്കാരന്റെ പുരയിടത്തിലെ തുറന്ന സ്ഥലത്തേക്ക് വലയുടെ വീതി കൂട്ടുന്നതിന് പറമ്പിലേക്കുള്ള കയ്യേറ്റത്തിന്റെ പേരിൽ ഹർജിക്കാരന് എതിർക്കാനാവില്ല എന്ന് കമ്മീഷണർ ഒരു നിയമപ്രശ്നം കൂടി തീർച്ചപ്പെടുത്തി അഭിപ്രായം അറിയിക്കുകയാണ്. ഇവിടെ ഓംബുഡ്സ്മാന്റെ തീരുമാനത്തിൽ നിന്നും വ്യതിചലിച്ചാണ് കമ്മീഷണർ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. അത് പിന്നീട് ഹൈക്കോടതി തള്ളിക്കളയുന്നുണ്ട്. ഓംബുഡ്സ്മാൻ നൽകിയ വിധിയിലാണ് ഹർജിക്കാരന്റെ പുരയിടത്തിലേക്ക് നെറ്റിന്റെ വീതി വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞത്. അവിടെ ഹർജിക്കാരന് നെറ്റിന്റെ വീതി വർദ്ധിപ്പിക്കുന്നതുവഴി ഹർജിക്കാരന് നാശനഷ്ടം ഉണ്ടാകുകയാണെങ്കിൽ എതിർകക്ഷി അത് നൽകണമെന്നും പറയുന്നു. ഇത് എതിർകക്ഷിയുടെ സിവിൽ ലയബിലിറ്റിയാണ് കാണിക്കുന്നത്. ഓംബുഡ്സ്മാൻ നൽകിയ വിധി ശരിയാണെന്നും ഹൈക്കോടതി നിരീക്ഷിക്കുകയാണ്. നിലവിൽ തെങ്ങുകൊണ്ട് അപകടമില്ലെങ്കിലും ഭാവിയിൽ അപകടമുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. ഭാവിയിൽ എതിർകക്ഷിയുടെ തെങ്ങുകൊണ്ട് ഹർജിക്കാരന്റെ ജീവന് അപകടാവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ അതിലിടപെട്ട് തീരുമാനമെടുക്കേണ്ടത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. എന്നുവെച്ചാൽ തെങ്ങ് അപകടം സൃഷ്ടിക്കുമെങ്കിൽ പഞ്ചായത്ത് അത് കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു പോകരുത് എന്ന്. ഈ വിധിയുടെ അവസാന ഭാഗത്ത് കോടതി ഇങ്ങനെ പറയുന്നുണ്ട്: 2 അയൽക്കാർ പരസ്പരം സഹായികളായി സഹകരിച്ച് ജീവിക്കേണ്ടവർ. അവരുടെ ഇടയിൽ ഒരു തെങ്ങ്, അതുമായി ബന്ധപ്പെട്ട നിസ്സാരമായ ഒരു പ്രശ്നം വളരെയധികം അതിശയോക്തിയോടെ വളർത്തി വലുതാക്കി ശത്രുതയിലേക്ക് പോകുന്നു. അതിശയോക്തിപരമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് അത് പരിഹരിക്കാൻ വേണ്ടി ഹൈക്കോടതിയുടെ മാത്രമല്ല ഓംബുഡ്സ്മാൻ, സബ് ഡിവിഷണൽ കോടതി, തഹസീൽദാർ, വില്ലേജ് ഓഫീസർ എന്നിവരുടെ വിലപ്പെട്ട സമയം ഇരുകൂട്ടരും കൂടി അപഹരിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ സമയം വിലപ്പെട്ടതാണ് എന്ന് മാത്രമല്ല എല്ലാ പബ്ലിക് ഓഫീസർമാരുടെയും സമയം വിലപ്പെട്ടതാണ്. വ്യക്തികൾ തമ്മിൽ ഉടലെടുത്ത ഒരു ചെറിയ പ്രശ്നം അത് സ്വയം പരിഹരിക്കാതെ പൊതുഖജനാവിലെ പണം നഷ്ടപ്പെടുത്തുകയാണ്. പബ്ലിക് അതോറിറ്റിയുടെ സമയം തെറ്റായി വിനിയോഗിച്ചതിലൂടെ മറ്റുള്ള സാധാരണക്കാരായ എത്രയോ പേരുടെ ജീവൽ പ്രശ്നങ്ങളാണ് കുറച്ചെങ്കിലും വൈകാനിടയായത്. അതുകൊണ്ട് വാദിയും പ്രതിയും ഒരുപോലെ കുറ്റം ചെയ്തിരിക്കുന്നു. ഇരുവർക്കും കടുത്ത പിഴശിക്ഷ നൽകേണ്ട ഒരു കുറ്റമാണ് ഇത്. എന്നാൽ കോടതിയും ഇവരെ പോലെ സാമാന്യ മര്യാദയില്ലാതെ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കോടതി പറയുന്നു. ഹൈക്കോടതി പറഞ്ഞതിലെ ശരിയും തെറ്റും എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ 1-2 കാര്യങ്ങൾ കൂടി പറയാതെ പോകാൻ കഴിയില്ല. നമ്മുടെ ജീവൻ അപകടത്തിലാകുന്ന രീതിയിലുള്ള ഒരു മരമാണെങ്കിൽ അത് വെട്ടിമാറ്റേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ വന്നാൽ മരത്തിൻ്റെ ഉടമയാണ് അത് വെട്ടിമാറ്റേണ്ടത്. അവിടെ പബ്ലിക് ഓഫീസർമാർക്ക് അവരുടെ അധികാരം വിനിയോഗിക്കാൻ കഴിയും. ഉടമയോട് കർശനമായി ആവശ്യപ്പെടാനാകും. എന്നാൽ കെട്ടിടത്തിനോ മറ്റ് പ്രോപ്പർട്ടികൾക്കോ നാശനഷ്ടം മാത്രമാണെങ്കിൽ അത് സിവിൽ മാറ്ററാണ്. അതിന് സിവിൽ കോടതി വഴിയാണ് പരിഹാരം തേടേണ്ടത്. അവിടെ പബ്ലിക് ഓഫീസർക്ക് അധികാരം കുറവാണ്. അതുകൊണ്ടാണ് ഓംബുഡ്സ്മാന്റെ ഉത്തരവിൽ പറയുന്നത് കമ്പിവലയുടെ വീതി കൂട്ടുന്നത് ഹർജിക്കാരന്റെ പുരയിടത്തിലേക്കാണെങ്കിൽ അതിന് നഷ്ടപരിഹാരം നൽകേണ്ടത് മരത്തിന്റെ ഉടമയുടെ ഉത്തരവാദിത്തമാണെന്ന്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിവിൽ കോടതി വഴി നേടേണ്ടതായ ഒരു റെമഡി പബ്ലിക് അതോറിറ്റി വഴി നേടാനാകില്ല എന്നതാണ്. സിവിൽ കോടതി വഴി പരിഹരിക്കേണ്ട ഒരു വിഷയം സിവിൽ കോടതിയിൽ പോകാതെ ഹൈക്കോടതിയിൽ കൊണ്ടുചെന്നതിനെയാണ് ഹൈക്കോടതി നിശിതമായി വിമർശിക്കുന്നത്. പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം സിവിൽ സ്വഭാവമുള്ളതാണ്. അത് സിവിൽ കോടതിയിൽ മാത്രമേ പരിഹരിക്കാനാകൂ. അവിടെയും നിസ്സാര പ്രശ്നങ്ങളൊന്നും ഫയലിൽ സ്വീകരിക്കില്ല എന്നത് പ്രത്യേകം ഓർമ്മിക്കണം. ഫാൽസസ് ഇൻ യൂനോ, ഫാൽസസ് ഇൻ ഓംനിബസ് എന്നാണ് പറയാറ്.
ശുദ്ധമായ പാലാണെങ്കിൽ പോലും അതിൽ ഒരു തുള്ളി വിഷം കലർന്നാൽ പിന്നെ അത് ഉപയോഗശൂന്യമായി പോകും. കോടതിയിൽ കേസ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിയമവാക്യമാണിത്. അതിശയോക്തി ഒരു തുള്ളിയാണെങ്കിൽ പോലും അത് കേസിനെ ദുർബലപ്പെടുത്തും. പൊതുവേദികളിൽ പറയുന്നത് സത്യമായിരിക്കണം. അതിശയോക്തിയാണെങ്കിൽ യാതൊരു സഹായവും കിട്ടാതെ പോകും. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോ ഷെയർ ചെയ്ത് സഹായിക്കുമല്ലോ. താങ്ക് യു. ദിസ് ഈസ് ലീഗൽ പ്രിസം ലോ മേഡീസ്.